നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. ഒരുപാട് ആളുകൾ ചോദിക്കുകയുണ്ട് യൂട്യൂബ് നിർത്തിയോ, കാണാനില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് സ്നേഹം. കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. നമുക്കറിയാം, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എന്ന പോലെ തന്നെ നമ്മളെ നാട്ടിലും കോവിഡ് പേഷ്യൻസ് പ്രതിദിനം കൂടിക്കൂടി വരികയാണ്. നമ്മൾ മുമ്പുണ്ടായതിനേക്കാളും കുറച്ചുകൂടെ കരുതലോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പിടിയിൽ നിന്നും രക്ഷ നേടാൻ പറ്റുകയുള്ളൂ. മാസ്കിൻ്റെ കൃത്യമായ ഉപയോഗം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. സാനിറ്റൈസറും ഹാൻഡ് വാഷും ഒക്കെ പണ്ടത്തെ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. മാത്രമല്ല, കൃത്യമായ രീതിയിൽ വാക്സിനേഷൻ വിനിയോഗിക്കുക. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ഒക്കെ ലഭിക്കുന്ന പ്രതിരോധം ശക്തി വർദ്ധിപ്പിക്കാനുള്ള രീതിയിലുള്ള മരുന്നുകൾ ലഭ്യമാണ്. അപ്പോൾ അതും നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് പണ്ട് ഒരു വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആ ഒരു ലോക്ക്ഡൗൺ അത് നമുക്ക് അത്ര എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആളും കരുതലോടുകൂടിയും ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പിടിയിൽ നിന്നും ഈ ഒരു ബുദ്ധിമുട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്നും കരകയറാൻ പറ്റുകയുള്ളൂ. നമ്മൾ കൃത്യമായ രീതിയിൽ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അമിതമായ എരിവ്, പുളി, ഉപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഒരുപാട് കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, നമ്മളെ നാട്ടിൽ ചൂട് കൂടിക്കൂടി വരികയാണ്. അപ്പം ആ ഉഷ്ണകാലത്തുള്ള അസ്വസ്ഥതകളും നമ്മളെ വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കുകയുണ്ടായി, ഈ ഉഷ്ണകാലത്ത് ഉണ്ടാകുന്ന മൂത്രക്കടച്ചിൽ, ചൂടുകുരു, ചെങ്കണ്ണ്, കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിന്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വൈകിയ ചൂട് കാലം തുടങ്ങിയിട്ട് 1-2 മാസമായി. എന്നാലും ഈ ഒരു വൈകിയ അവസ്ഥയിൽ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ചൂട് കൂടി വരികയാണ്. മരങ്ങൾ കുറയുന്നതും ഈ മാലിന്യങ്ങളും പിന്നെ വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന പുകയും ഒക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ചൂട് കൂടുന്നത് പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾക്ക് കൃത്യമായ രീതിയിൽ ആഹാരവിഹാരങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ചൂട് കാലത്ത് ഉണ്ടാകുന്ന ക്ലേശങ്ങളെയൊക്കെ ഒരു പരിധിവരെ അവരെ തടഞ്ഞു നിർത്തി നമുക്ക് ഈ ചൂടിനെ നമുക്ക് നേരിടാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു മെയ് ലാസ്റ്റ് വരെ നമുക്ക് ഈ ഒരു ഉഷ്ണകാലം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ആയുർവേദത്തിലെ ചില ചെറിയ പൊടിക്കൈകളിലൂടെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളെ എങ്ങനെ നേരിടാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആയുർവേദം എന്നത് ഒരു രോഗം, അതിനുള്ള ചികിത്സ എന്നത് മാത്രമല്ല. അപ്പോൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്, ഹിതാഹിതം സുഖം ദുഃഖം ആയുസ്തസ്യ ഹിതാഹിതം മാനം ച തച്ച യത്രോക്തം ആയുർവേദം സ ഉച്യതേ. അതായത് നമുക്കൊരു ദീർഘായുസിന് വേണ്ടിയിട്ടും ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടും നമുക്ക് ഹിതമായിട്ടുള്ളതും അഹിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആതുരസ്യ വികാര പ്രശമനം ച. അതായത് ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യം സംരക്ഷിക്കാനും രോഗിയായിട്ടുള്ള ഒരാളുടെ രോഗം മാറ്റി അയാൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാനും സഹായിക്കുക. അതാണ് ആയുർവേദത്തിൻ്റെ ലക്ഷ്യം എന്ന് തന്നെ നമ്മുടെ ആചാര്യന്മാർ കൃത്യമായിട്ട് നമുക്ക് ദിനചര്യയും ഋതുചര്യയും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ദിനചര്യ എന്ന് വെച്ചാൽ നമ്മളൊരു ദിനത്തിൽ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വരെ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെന്നും, ഋതുചര്യ എന്ന് വെച്ചാൽ ഋതുക്കൾ, അതായത് നമുക്ക് 6 ഋതുക്കളുണ്ടല്ലേ: ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം. അപ്പോൾ ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഗ്രീഷ്മ ഋതുവിലാണ്, അതായത് ഉഷ്ണകാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്തൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്യണം, നമ്മളത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും നമുക്ക് പകർച്ചവ്യാധികളൊന്നും പെട്ടെന്ന് പിടിപെടാതിരിക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ആഹാരവിഹാരങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ ഋതുക്കളിലും നമ്മളെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങളെ തടയാനും ആരോഗ്യകരമായി മുന്നോട്ട് പോകാനും നമുക്ക് പറ്റുന്നതാണ്. ഉഷ്ണകാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? നിർജ്ജലീകരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം, അതായത് ഈ ഒരു ഉഷ്ണകാലത്തിൽ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു പോവാം. അതായത് ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറയുമ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് രാമച്ചം, നന്നാരി, മല്ലി ഇങ്ങനെയുള്ള വസ്തുക്കളിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അത് നമ്മളെ ശരീരത്തിന് ഒന്നുകൂടെ കുളിർമ
നൽകുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോകുന്ന അവസരത്തിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധമായിട്ട് കൊണ്ടുപോവുക. ജോലി സ്ഥലങ്ങളിലും സ്കൂളുകളിലൊക്കെ ശുദ്ധമായ ജലം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഈ ഒരു ഉഷ്ണകാലത്ത് മഞ്ഞപ്പിത്തം അതുപോലുള്ള പകർച്ചവ്യാധികൾ വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം അത്രയും ശുദ്ധമായ വെള്ളം തന്നെയായിരിക്കണം. പിന്നെ കുട്ടികൾ, പ്രായാധിക്യമുള്ളവർ, ഗർഭിണികൾ, മറ്റു പല രോഗങ്ങൾക്കും ചികിത്സ തേടുന്ന ആളുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കുട്ടികളൊക്കെ പുറത്ത് കളിക്കുകയാണെങ്കിൽ അവർ അത്രയും ശ്രദ്ധിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനൊന്നും അവർ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അവരുടെ കാര്യത്തിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നിർത്തിയിട്ട കാറുകളിലൊക്കെ കുട്ടികളെ ഇരുത്തിയിട്ട് ഷോപ്പിങ്ങിന് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. മാത്രമല്ല നമ്മൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മുടെ ശരീരത്തിന് കുളിർമയേകുന്ന രീതിയിലുള്ള കക്കിരി ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ്, ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ നമുക്ക് കുടിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കുളിക്കുന്ന വെള്ളത്തിൽ രാമച്ചം, വേപ്പ്, നന്നാറി, പിന്നെ നാൽപ്പാമര തൊലി ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ഈ ഉഷ്ണകാലത്ത് ഉണ്ടാകുന്ന സ്കിൻ റാഷസും മറ്റു പല ചൊറിച്ചിൽ അതുപോലുള്ള മറ്റു പല ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിധിവരെ ആശ്വാസം നേടുന്നതാണ്. പിന്നെ അമിതമായ എരിവ്, പുളി, ഉപ്പ്, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഒക്കെ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ ശരീരത്തിന് അമിതമായ രീതിയിൽ ആയാസമേറുന്ന എക്സസൈസും ഒന്നും ഈ ഉഷ്ണകാലത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിർബന്ധമായിട്ട് പുറത്ത് പോകുമ്പോൾ SPF അടങ്ങിയിട്ടുള്ള ലോഷനൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിർബന്ധമായിട്ട് കുട യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ കണ്ണിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് സൺഗ്ലാസസ് ഉപയോഗിക്കാം. പുറത്തു പോയി വന്ന ഉടനെ ശരീരത്തിൽ വെള്ളമാക്കി മുഖം കഴുകുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. നമ്മൾ പുറത്ത് പോയി വന്നതിന് ശേഷം നമ്മുടെ വേർപ്പൊക്കെ ഒപ്പിയെടുക്കുക, തലയൊക്കെ തോർത്തി വേർപ്പൊക്കെ ഒപ്പിയെടുക്കുക. അതിനുശേഷം ഒരു 5-10 മിനിറ്റ് നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം മാത്രം കുളിക്കുകയോ മുഖം കഴുകുകയോ ഒക്കെ ചെയ്യാം. രാത്രി നേരത്തെ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ രാത്രി ലഘു ആഹാരം, അതായത് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള കഞ്ഞി, പയറ്, പുഴുക്ക് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി ഈ വേനൽക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും അതിനുള്ള പ്രതിവിധികളും പറയാം. അപ്പോൾ സ്കിന്നിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാവർക്കും വരുന്നൊരു ബുദ്ധിമുട്ടാണ് ചൂടുകുരു അല്ലേ. നമ്മുടെ ശരീരം വേർക്കാറുണ്ട്. വേർക്കുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു താപക്രമീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് വേർക്കുക. ഇങ്ങനെ വേർക്കുന്ന സമയത്ത് ഈ വേർപ്പ് തുള്ളികൾ പുറത്ത് വരുമ്പം ചില സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ ആ ഒരു ശുഷിരം അടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടഞ്ഞു പോകുന്ന ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഈ വിയർപ്പ് തുള്ളികളാണ് നമുക്ക് ഈ ചൂടുകുരുവായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ചൂടുകുരു പല റേഞ്ചിലുണ്ട്. ചില ആളുകൾക്ക് മണൽത്തരികൾ പോലെ ഇങ്ങനെ കാണാം, ചില ആളുകൾക്ക് പഴുപ്പോടുകൂടിയും നീറ്റലോടുകൂടിയും ഒക്കെ ചൂടുകുരു ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആവശ്യമെങ്കിൽ നമ്മൾ പ്രിക്കിലി ഹീറ്റ് പൗഡേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അമിതമായ എരിവ്, പുളി, ഉപ്പ് കലർന്നിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കുറക്കുക, നോൺ വെജിൻ്റെ ഉപയോഗം കുറക്കുക. നോൺ വെജ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഇരട്ടി പഴങ്ങളും പച്ചക്കറികളും പഴച്ചാറുകളൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുളിക്കുന്ന വെള്ളത്തിൽ രാമച്ചം, നന്നാറി, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, ഇല്ലെങ്കിൽ നമ്മൾ വേപ്പ് ഇതൊക്കെ ഇട്ട വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ഈ ചൊറിച്ചിലും നീറ്റലും ഒക്കെ ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്നൊക്കെ ആശ്വാസം നേടാവുന്നതാണ്. പ്രിക്ലി ഹീറ്റ് പൗഡേഴ്സ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് നമുക്ക് ഇരട്ടി മധുരപ്പൊടി, അതായത് യഷ്ടിമധു എന്ന് സംസ്കൃതത്തിൽ പറയും, ഇതിൻ്റെ പൊടി ഒന്നെങ്കിൽ പൊടിയായിട്ട് ഡസ്റ്റിംഗ് പൗഡറായിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആ പൊടി തന്നെ പനിനീരിൽ ചാലിച്ചിട്ട് ഇതുപോലെ ചൂടുകുരു വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ പുരട്ടുകയാണെങ്കിൽ ചൂടുകുരു കൊണ്ടുണ്ടാവുന്ന നീറ്റലും ചൊറിച്ചിലും പിന്നെ അതുകൊണ്ടുണ്ടായിട്ടുള്ള പാടുകൾക്കൊക്കെ ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നതാണ്. അപ്പോൾ ചൂടുകുരു പഴുപ്പോടുകൂടെ അല്ലെങ്കിൽ അതിൽ നിന്നും ബ്ലഡ് വരികയാണ്, ഒരുപാട് വേദന നൽകുന്നുണ്ട്, അതിൻ്റെ കൂടെ പനി അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ വൈദ്യസഹായം തേടേണ്ടതുണ്ട്. അടുത്തത് കണ്ണിനെ കുറിച്ച് പറയാം. നമ്മൾ വെയിലത്തൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ കണ്ണിന് ഒരുപാട് സ്ട്രെയിൻ വരാറുണ്ട്. കണ്ണ് പുകച്ചിൽ, ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരിക, സ്ട്രെയിൻ ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്.
അപ്പം നമുക്ക് പറ്റുകയാണെങ്കിൽ സൺഗ്ലാസസ് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ പുറത്ത് പോയി വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കണ്ണടച്ച് റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സ്ട്രെയിൻ മാറാൻ വേണ്ടിയിട്ട് പനിനീരോ വെള്ളരിക്കാ നീരോ അല്ലെങ്കിൽ പാലിലോ മുക്കി വെച്ച കോട്ടൺ പരുത്തി കൊണ്ട് കണ്ണിൻ്റെ മുകളിൽ ഒരു 5 മിനിറ്റ് വെക്കുന്നത് ഈ ചൂട് കൊണ്ടുണ്ടാവുന്ന ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നതാണ്. ഈ ചൂടുകാലത്ത് തന്നെ നമ്മൾ കണ്ടുവരുന്ന വേറൊരു വില്ലനാണ് ചെങ്കണ്ണ്. കണ്ണിൽ മണൽത്തരികളിട്ട പോലുള്ള അസ്വസ്ഥത, കണ്ണിൽ പീള കെട്ടുക, വെള്ളം വരിക, ചൊറിച്ചിലുണ്ടാവുക, തടിക്കുക, നീര് വെക്കുക, അങ്ങനെ പല പല ലക്ഷണങ്ങളും നമുക്ക് ഈ ചെങ്കണ്ണിൻ്റെ സമയത്ത് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ചെങ്കണ്ണെന്നാണ് കരുതണം. അപ്പോൾ ചെങ്കണ്ണ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിച്ച വസ്തുക്കൾ, അതായത് തോർത്ത്, പിന്നെ കോസ്മെറ്റിക്സ്, സോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിലെ മറ്റുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ചെങ്കണ്ണിന് ഒരു പരിധിവരെ നമുക്ക് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രിഫല ചൂർണം എന്ന് പറയുന്ന ചൂർണം ഇട്ടിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നതും, മല്ലി കിഴികെട്ടിയിട്ട് തലേ ദിവസം ഇട്ട് വെച്ച വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നതും, നന്ദ്യാർവട്ട പൂവ് ഇട്ട് വെച്ച വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നതും ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നതാണ്. ഒരുപാട് പഴുപ്പ്, നീറ്റൽ, പുകച്ചൽ, വേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഉഷ്ണകാലത്ത് കണ്ടുവരുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് മൂത്രക്കടച്ചിൽ, മൂത്രച്ചൂട് എന്നൊക്കെ വരുന്നത്. അതായത് നമ്മൾ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് പുകച്ചിൽ, നീറ്റൽ, അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും മൂത്രമൊഴിക്കുക എന്നുള്ള അസ്വസ്ഥത, വേദന, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും പല ലക്ഷണങ്ങളും ഈ മൂത്രക്കടച്ചിലിന് കാണിക്കാറുണ്ട്. വെള്ളം ധാരാളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബാർലി വെള്ളം, ഞെരിഞ്ഞിലിട്ട വെള്ളം, രാമച്ചമിട്ട വെള്ളമൊക്കെ കുടിക്കുന്നത് ഇതിനൊരു പരിധിവരെ ആശ്വാസം നൽകാറുണ്ട്. കരിക്കിൻ വെള്ളമൊക്കെ ധാരാളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂത്രക്കടച്ചിൽ വരുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഭക്ഷണം എരിവ്, പുളി, ഉപ്പ്, നോൺ വെജ് ഇതൊക്കെ നന്നായിട്ട് കുറക്കുന്നതാണ് നല്ലത്. അവർ ഓരോ 10 മിനിറ്റിലും വെള്ളം സിപ്പായിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഈ മൂത്രക്കടച്ചിലിൻ്റെ കൂടെ പനി, വിറയൽ, ഛർദി അങ്ങനെയുള്ള മറ്റ് അസോസിയേറ്റഡ് ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും വൈദ്യസഹായം തേടേണ്ടതുണ്ട്. അത് ഇൻഫെക്ഷൻ വരുന്ന സമയത്താണ് ഇതുപോലുള്ള അനുബന്ധ ലക്ഷണങ്ങൾ കാണിക്കുന്നുള്ളത്. അപ്പോൾ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ചൂടുകാലത്ത് വരുന്ന വേറെ ബുദ്ധിമുട്ടാണ് തലകറക്കം, ക്ഷീണം, ശരീരത്തിൽ ചൊറിഞ്ഞ് തടിക്കുക. ഇതൊക്കെ സൂര്യാഘാതത്തിൻ്റെ പല ലക്ഷണങ്ങളാണ്. അതായത് ഈ ഉഷ്ണകാലത്ത് പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളുകൾ, പല ആവശ്യങ്ങൾക്കായിട്ട് പുറത്തു പോകേണ്ട ആളുകൾക്കൊക്കെ സൂര്യാഘാതം പല രീതിയിൽ കാണിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ചെറിയ നിറവ്യത്യാസം മുതൽ ക്ഷീണം, തലകറക്കം, ഛർദി അങ്ങനെയുള്ള പല ലക്ഷണങ്ങളും സൂര്യാഘാതം കാണിക്കാറുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഇതുപോലുള്ളൊരു ബുദ്ധിമുട്ട്, അസ്വസ്ഥതകൾ, തലകറക്കം, ബോധക്ഷയം അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവരെ പെട്ടെന്ന് തന്നെ ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് മാറ്റുക, എന്ന് വെച്ചാൽ ആൾക്കൂട്ടത്തിൽ നിന്നും മാറ്റിയിട്ട് അവരെ വസ്ത്രങ്ങൾക്കൊന്നും അയവ് വരുത്തുക, കൈയും കാലും നന്നായിട്ട് തിരുമ്മി കൊടുക്കുക, അവരെ മുഖത്ത് വെള്ളം തെളിക്കുക. എന്നിട്ടും അവർ ആ ഒരു ബോധത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന ചില ബുദ്ധിമുട്ടുണ്ട്. ഈ ഉഷ്ണകാലത്ത് തലനീരിറക്കം വരാം, തൊണ്ടവേദന, ഒച്ചയടപ്പ്, ജലദോഷം, തലവേദന അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും വരാം. കാരണം വേർപ്പ് താഴ്ന്നത് കൊണ്ടുണ്ട ബുദ്ധിമുട്ടാണിത്. അപ്പോൾ നമ്മൾ പുറത്തു പോയി വന്ന ഉടനെ തല നന്നായിട്ട് തോർത്തി വേർപ്പില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കളിക്കാൻ പോയ കുട്ടികൾ തിരിച്ചു വന്നാലും നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കുളിച്ച ഉടനെ തലയിൽ എണ്ണ തേച്ചിട്ട് വെയിലത്ത് പോകുന്ന ഒരു പ്രവണത ചില ആളുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളിൽ ഈ തൊണ്ടവേദനയും കഴുത്ത് വേദനയും ഒക്കെ വരാറുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും കുളിച്ച ഉടനെ എണ്ണ തേച്ചിട്ട് നമ്മൾ പുറത്ത് പോകാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഈ ഉഷ്ണകാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഷൂസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് കോട്ടൺ സോക്സ് തന്നെ ധരിക്കുക. അയഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. നിറം ഒരുപാട് ഡാർക്ക് അല്ലാതെ ലൈറ്റ് കളർ ഡ്രസ്സസൊക്കെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വീടിന് ഒക്കെ തണുപ്പ് നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് മൺകലങ്ങളിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് വീടിനകത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കൃത്യമായ രീതിയിൽ ഋതുചര്യയും ദിനചര്യയും ഒക്കെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഉഷ്ണകാലത്ത് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് കരകയറാവുന്നതാണ്. പിന്നെ ഈ സമയത്ത് കണ്ടുവരുന്ന വേറൊരു ബുദ്ധിമുട്ടാണ് താരൻ, മുടി കൊഴിച്ചിലുള്ള കാര്യങ്ങൾ. അപ്പോൾ തല നന്നായിട്ട് വെച്ചാൽ വേർപ്പും ചെളി പുറത്തു പോകുന്ന ആളുകളാണെങ്കിൽ പൊടിയും വേർപ്പൊക്കെ അടിഞ്ഞു കൂടിയിട്ട് മുടി വൃത്തികേടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ തലയിൽ താരനും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ അവർ കൃത്യമായ രീതിയിൽ മുടി കഴുകി ഉണക്കി സൂക്ഷിക്കുക. ആവശ്യമെങ്കിൽ തലയ്ക്ക് കുളിർമ നൽകാൻ വേണ്ടിയിട്ട് ചെമ്പരത്തി താളി, ഉലുവ താളി, ഇല്ലെങ്കിൽ പാടത്താളി, കുറുന്തോട്ടി താളി അങ്ങനെയുള്ള താളികളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ഭക്ഷണങ്ങളും നമ്മുടെ വിഹാരങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഉഷ്ണകാലജന്യ രോഗങ്ങളിൽ നിന്നും ഒരുപാട് നമുക്ക് രക്ഷ നേടാം. പിന്നെ പകർച്ചവ്യാധികളുടെ ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ വ്യക്തി ശുചിത്വമൊക്കെ കൃത്യമായി ഫോളോ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മറ്റ് പല സ്കിൻ ഡിസീസ്, സോറിയാസിസ് പോലുള്ള മറ്റു പല അസുഖങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ, ലീഷൻസ് ഒക്കെ കൂടാനുള്ള വെച്ചാൽ സോറിയാസിസ് ഒരു സ്കിൻ ഡിസീസായി പറയല്ല, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർ കൃത്യമായ രീതിയിൽ ഭക്ഷണത്തിലൊക്കെ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.